ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 25-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 9-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 26 നാഴിക പൂയവും ബാക്കി ആയില്യവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നമുക്കൊക്കെ ഗുരുസ്ഥാനീയനുമായ, നമുക്കൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയിട്ടുള്ള, ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് വളരെ സമാധാനപരമായ ജീവിതം സമ്മാനിച്ചിട്ടുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പാലക്കാട് നിന്നാണ്. ബഹുമാനി ശർമാജി, എൻ്റെ മകളുടെ ജാതകക്കുറിപ്പ് മറുപുറത്ത് ചേർത്തിരിക്കുന്നു. അവൾ വിവാഹിതയാണ്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. അവൾക്കും ഭർത്താവിനും നാട്ടിൽ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് രണ്ടുപേരും ജോലി രാജിവെച്ച് ദുബായിൽ പോയി ജോലി ചെയ്തു. 6 മാസത്തിന് ശേഷം മകളും കുട്ടിയും മടങ്ങിയെത്തി എൻ്റെ വീട്ടിൽ താമസമായി. കഴിഞ്ഞ 1 വർഷമായി എൻ്റെ വീട്ടിലാണ് താമസം. മരുമകൻ ഇപ്പോൾ തിരിച്ചെത്തി നാട്ടിൽ ബാങ്കിൽ ജോലിയിലാണ്. മകൾ ഭർത്താവിനോടൊപ്പം താമസിക്കാനോ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാനോ തയ്യാറല്ല. വിവാഹമോചനമാണ് അവളുടെ ആവശ്യം. ജാതക പ്രകാരം വിവാഹമോചനത്തിന് സാധ്യതയുണ്ടോ? ഭർത്താവും മാതാപിതാക്കളും വിവാഹമോചനത്തിന് ആഗ്രഹിക്കുന്നുമില്ല. ഈ പരിതസ്ഥിതിയിൽ ഈ ബന്ധം തുടരുമോ എന്നും ഭാവി സംബന്ധിച്ചും ഒരു ഉപദേശം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മകളുടെ ജാതകത്തിൽ 7-ലും 9-ലും ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ നല്ല വിവാഹവും ജീവിതവും ഉണ്ടാകുമെന്നായിരുന്നു ജ്യോത്സ്യരുടെ പ്രവചനം. പക്ഷേ ഇപ്പോൾ ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമായി യോജിക്കാതെ വിവാഹമോചനത്തിൻ്റെ വക്കിലാണവൾ. എന്താണ് ഇങ്ങനെ? വിവാഹമോചനത്തിനും 2ാം വിവാഹത്തിനും ജാതകപ്രകാരം യോഗമുണ്ടോ? വിവാഹമോചനം ഒഴിവാക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഈ വിവാഹബന്ധം തുടരുമോ? ദയവ് ചെയ്ത് ദേവാമൃതത്തിലൂടെ മറുപടി തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വാസപുരം നാരായണൻ. ജാതക നിലപ്രകാരം വിവാഹബന്ധം മാറിപ്പോകുവാനോ പുനർവിവാഹത്തിനുള്ള യോഗമോ ജാതകത്തിലില്ല. ഏക ഭർതൃയോഗം, ഒരു ഭർതൃയോഗം എന്ന് തന്നെയാണ് കാണുന്നത്. ലഗ്നത്തിൻ്റെ 7-ൽ വ്യാഴവും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ആദിത്യനും ലാഭസ്ഥാനത്ത് ബുധനും നിൽക്കുന്നു. ഏകഭർതൃയോഗമാണ്. ഇപ്പം ഈ രാശിക്കാർക്ക് പലതരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന തരത്തിലുള്ള സമയദോഷമാകയാൽ ആണ് ഈ ദാമ്പത്യപരമായ അല്പം കലുഷിതം, കലഹം, വിരഹം, ഏതെങ്കിലും തരത്തിലുള്ള സംശയപരമായ കാര്യങ്ങൾ ഇതെല്ലാം വരേണ്ട സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, കർക്കടക രാശിക്കാർക്ക്, അതായത് പുണർതം ഒടുവിൽ 15 നാഴിക പൂയം ആയില്യ നക്ഷത്രം ചെല്ലുന്ന 2 നക്ഷത്രക്കാർക്ക് വ്യാഴഗ്രഹം ചാരവശാൽ 3-ാം ഭാവത്തിൽ 2016 ആഗസ്റ്റ് മുതൽ 17 സെപ്റ്റംബർ മാസം വരെ നിൽക്കുന്നതിനാൽ പലതരത്തിൽ മാനസിക ആഘാതം ഉണ്ടാകുകയും തൻ്റെ ജീവിത പങ്കാളിയുമായി വാശിയോ വൈരാഗ്യമോ ജീവിത പങ്കാളിയുടെ കുടുംബക്കാരും മാതാപിതാക്കളും സഹോദരങ്ങളും ഏതെങ്കിലും വാഗ്വാദങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ചേരിതിരിവുകളോ ഭിന്നാഭിപ്രായങ്ങളോ വാക്കേറ്റങ്ങളോ വാചക കസരത്തുകളോ ഒക്കെ ഉണ്ടാകുകയോ മുൻകാര്യങ്ങളിൽ അർഹിക്കപ്പെട്ടതോ കൊടുക്കാം തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളോ ലംഘിക്കുന്നത് മൂലം ഉള്ള ഏതെങ്കിലും പരസ്പര ആശയക്കുഴപ്പങ്ങളോ ഇതൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും സംശയ രോഗങ്ങൾ കൊണ്ടോ അതുമല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ മൂലമോ ഏതെങ്കിലും തരത്തിൽ മുടിഞ്ഞ് വാഴ്ത്താം, മാനം കെടുത്താം, മുഖവിളി കൂട്ടാം, മരണം കേൾക്കാം വരുന്നതിനാൽ വരുന്ന സെപ്റ്റംബർ മാസം വരെ ഈ അവസ്ഥ തുടരാം. ഈ രാശിപ്പെട്ടവർക്ക് ഉദ്യോഗമുണ്ടേ നഷ്ടപ്പെടുവാനോ ഉദ്യോഗത്തിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുവാനോ മേലധികാരികളും സഹപ്രവർത്തകരും പ്രസ്ഥാനങ്ങളുമായി തെറ്റിപ്പിരിയുവാനോ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാനോ മറ്റാരെങ്കിലും ചെയ്ത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളതിനാലും തൊഴിൽപരമായി ഇതിപ്പം വിദേശ ജോലിയായിരുന്നാലും സ്വദേശ ജോലിയായിരുന്നാലും പ്രൈവറ്റ് ജോലിയായിരുന്നാലും ബിസിനസ് ആയിരുന്നാലും വളരെയധികം മങ്ങൽ ഉണ്ടാകുവാനും അവനവൻ്റെ മിത്രങ്ങളും കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് തെറ്റിപ്പിരിയാനും ഒക്കെയുള്ള വളരെ വളരെ സാധ്യതകൾ വരുന്ന ആഗസ്റ്റ് മാസം വരെ ഉണ്ട്. ആയതിനാൽ വേറെ വിവാഹബന്ധങ്ങളൊന്നും കാണുന്നില്ല. ഏകമായിട്ടുള്ള ബന്ധമാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഉള്ളത് പരസ്പരം
എല്ലാം തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഒന്നാകുവാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. പലതരത്തിൽ ഉള്ള പ്രതിസന്ധികളൊക്കെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ വരാം. വ്യാഴാഴ്ച തോറും യഥാവിധി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളോ വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളോ ചെയ്ത് പാൽപ്പായസ നിവേദ്യാദികൾ ധൂപദീപാദി നൈവേദ്യാദികൾ ഒക്കെ അർപ്പിക്കുക. അതുപോലെ തന്നെ രണ്ടുപേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് യജുർവേദം കൊണ്ട് ഒരു 8 ദിവസമെങ്കിലും പുഷ്പാർച്ചനകളും ഒക്കെ ശിവ പാർവതി ക്ഷേത്രത്തിൽ നടത്തുകയോ അല്ലെ രുക്മിണി സ്വയംവരം എന്ന പൂജാതി കർമ്മങ്ങൾ നടത്തുകയോ ചെയ്യുക. അതുപോലെ തന്നെ യജുർവേദം സംബന്ധിച്ച് ഒരു 8 ദിവസം പ്രത്യേകം സ്വസ്തികം പത്മമിട്ട് ഗ്രഹനില പത്മമിട്ട് പേരും നക്ഷത്രവും ചേർത്ത് ദമ്പതികളിൽ രണ്ടുപേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് മോഹഭംഗങ്ങളോ വാശിവൈരാഗ്യാദികളോ ഉണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കുന്നതിനും പരസ്പരം കുറ്റങ്ങൾ ഏറ്റുപറയുന്നതിനും ഒന്നാവുന്നതിനും വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയുള്ള ഗ്രഹപ്പിഴകൾക്ക് പരിഹാരത്തിനും യജുർവേദ സംഹിതകൾ ചൊല്ലുന്നത് നല്ലതാണ്. വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം മുതലായവ ഉപയോഗിച്ച് സ്വസ്തിക പത്മത്തിൽ ശിവപാർവതിമാരെ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ച് ഈശേത്തോർജയത്വായവസ്തോപായവസ്ഥ ദേവോപർസവിതാ പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ. ഈശേത്തോർജയത്വായവസ്തോപായവസ്ഥ ദേവോപർസവിതാ പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ. ആപ്യായത്വം അഗ്ന്യാദേവഭാഗം ഊർജസ്വതീ പയസ്വതീ പ്രജാപതിരണമേവ അയഷ്മാ. ഈശേത്തോർജയത്വായവസ്തോപായവസ്ഥ ദേവോപർസവിതാ പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ. ആപ്യായത്വം അഗ്ന്യാദേവഭാഗം ഊർജസ്വതി പയസ്വതി പ്രജാപതിരണമേവ അയഷ്മാ. മാനാസ്തേന ഈശതമാകശംസരുദ്രസ്യ ഹേതി പരിഭോ വൃണക്തു തവമസ്മിൻ ഗോപതോ സ്യാത് ബഹ്വീ യജമാനസ്യ പശൂൻ പാഹി. അഗ്നയാഹി വീതയേ ഗണാനോ ഹവ്യതാതയേ നിഹോദാ സൽസിബികർഷി. ഇപ്രകാരം തുടങ്ങി അവസാനിക്കുന്നതായ യജുർവേദ സംഹിതകളെ കൊണ്ട് ഈ ദോഷസമയത്തിൻ്റെ കാഠിന്യങ്ങൾ മഴയത്ത് കുടഞ്ഞൂടും പോലെ കാഠിന്യങ്ങൾ കുറച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതിനകത്ത് വേറെ വിവാഹബന്ധമൊന്നും പറയുന്നില്ല. വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ വീണ്ടും ഒന്നാവും. കുടുംബ ബന്ധങ്ങൾ തങ്ങളിലൊന്നാവും. പരിഭവങ്ങളും വിദ്വേഷങ്ങളും മാറിക്കിട്ടുന്നതുമാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു. താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.